ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കൂടപ്പിറപ്പുകൾ, നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും ക്ഷേമമായി ഇരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ പ്രഭാതം കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഈ ആഴ്ചവട്ടത്തിന്റെ ആരംഭം കണ്ട നമുക്ക് ഈ ഞായറാഴ്ച ദിവസം ഒരു നല്ല ദിനം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവം നമുക്ക് തരുന്ന ഓരോ നന്മകളെ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എനിക്കും തരുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം നിങ്ങളെ കാത്തു സംരക്ഷിച്ച് ദൈവത്തിന്റെ സകല നന്മകൾ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോട് നമ്മളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. കണ്ടോ, ശിഷ്യന്മാരിൽ എല്ലാവരുമല്ല, ഒരുത്തൻ. ആമേൻ. സഭയിൽ ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട്, വ്യക്തി ജീവിതത്തിൽ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട കൂട്ടമുണ്ട്, മാനസാന്തരപ്പെട്ട കൂട്ടമുണ്ട്, സ്നാനപ്പെട്ട കൂട്ടമുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധിയിലും വേർപാടിലുമൊക്കെ ജീവിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ക്രിസ്തു സമൂഹത്തിലുണ്ട്. പക്ഷേ ഇവിടെ ഇതാ യേശു കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഇരിക്കുകയല്ല, ഇരിക്കാൻ പോകുന്നു എന്നല്ല, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ശിഷ്യന്മാരിൽ ഒരുത്തൻ വന്ന്, അവന്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, വന്ന് യേശു കർത്താവിനോട് പറയുകയാണ്, ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ആര് പഠിപ്പിച്ചതുപോലെ? യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ. വിശ്വാസികളെ അല്ല, ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യം വിശ്വാസികളെയാണ്, പക്ഷെ ദൈവത്തിന് ആവശ്യം ശിഷ്യന്മാരെയാണ്. ഒരിക്കൽ കൂടി ആ പദം ഞാൻ ആവർത്തിക്കുന്നു: സഭകൾക്ക് ആവശ്യം വിശ്വാസികളെയാണ്, പക്ഷെ ദൈവത്തിന് ആവശ്യം ശിഷ്യന്മാരെയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശിഷ്യന്മാരാകുവാൻ നമ്മളെ ഓരോരുത്തരും ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശിഷ്യന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ, വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെന്നല്ല. പക്ഷേ ഇവിടെ ഇതാ വാക്യം അങ്ങനെ പറയുന്നത്: യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ അങ്ങയുടെ ശിഷ്യന്മാരെ ഞങ്ങളിൽ ഒരുത്തനായി ഞാൻ വന്ന് പറയുകയാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥന എന്താണ്? യേശു അതിന് മറുപടി കൊടുത്തത്. അതിന്റെ 3 കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വെച്ച് ഇതിനെ വൈൻഡപ്പ് ചെയ്യാം. അതിൽ 1-ാമത്തെ പ്രാർത്ഥന യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. പ്രാർത്ഥനയുടെ 1-ാമത്തെ ഉദ്ദേശം എന്താണെന്നറിയാം? ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ആമേൻ. 2-ാമത്തെ പദം പറഞ്ഞു, നിന്റെ രാജ്യം വരേണമേ. യേശു പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ ശിഷ്യനോട്. 2-ാമത്തെ പദം നിന്റെ രാജ്യം വരേണമേ. 3-ാമത്തെ പദം നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആമേൻ ആകണമേ. ഇതാണ് പ്രാർത്ഥനയുടെ ആകത്തുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക, വിശുദ്ധീകരിക്കുക, അവന്റെ രാജ്യത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നാം പ്രയത്നിക്കുക. 3, അവന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും എന്നിലാകണമേ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, സുഹൃത്തുക്കളെ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനാണ് ദൈവം നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യത്തെ അവൻ വികസിപ്പിക്കാനാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രാർത്ഥന എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ ശിക്ഷന്റെ ക്വാളിറ്റി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല ഞായറാഴ്ച എൻ്റെ പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിച്ച് യേശുവിന്റെ നാമത്തിൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ.